വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക, നിയമത്തിനപ്പുറം മനുഷ്യത്വം മുന്നിൽ നിൽക്കുന്നു, ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന എന്റെ പേര് കട്ട് ചെയ്തോളൂ എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ ഏവരെയും സ്വന്തം സ്മൃതി പരുത്തിക്കാർ. സോഷ്യൽ മീഡിയയിൽ മൊത്തം ട്രെൻഡിങ് ആയ ചേച്ചിയുടെ ഡാൻസ് ആണ്. What's the definition of feminism? ഫെമിനിസം എന്ന് വെച്ചാൽ മനുഷ്യത്വമാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം തന്നെ വയ്ക്കുന്നത്. സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും എല്ലാ സമയത്തും ശരിയായിരിക്കണമെന്നുമില്ല. ലോകത്ത് പൊതുവെ സ്ത്രീകളാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. എനിക്ക് എൻ്റെതായ നിലപാടുണ്ട്. ഒരാളൊരു ആൻസർ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. പിന്നെ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നതേ ഞാൻ നിൽക്കാറുള്ളൂ, അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് അഭിപ്രായത്തിലേക്ക് മാറൂ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് സത്യത്തിൽ എനിക്ക് രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു മാധ്യമ പ്രവർത്തകർ എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കണം, പ്രതിപക്ഷ പാർട്ടിക്കൊപ്പം എന്നല്ല, പ്രതിപക്ഷത്തായിരിക്കുക എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നവരും അവരും വാർത്തയാണ് നൽകുന്നതെന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. അത് പലപ്പോഴും തെറ്റായ കാര്യങ്ങളായിരിക്കും. മാധ്യമ പ്രവർത്തകർ, അതായത് വിഷ്വൽ മീഡിയയിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ ചർച്ചകൾ നയിക്കുന്നവരെ വിറ്റ് ജീവിക്കുന്നവരുണ്ട്. അതായത് നമ്മുടെ കട്ട്സ് എടുത്തിട്ട് അതിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതിന് വ്യൂസ് ഉണ്ടാക്കുന്ന ചില ആൾ. നമ്മളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകളും പോസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലത് വല്ലാതെ കയറി കളിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ടാണോ അവരിങ്ങനെ ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മളതിനൊരു ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമല്ലോ. ഇത് കിടന്ന് വല്ലാതെ മോശമാകുന്ന ഘട്ടങ്ങളിലൊക്കെ പലതവണ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാർത്ത വായിക്കുമ്പോൾ സംഭവിക്കുന്ന മരണങ്ങളൊക്കെ ഭയങ്കര, അത് എം.എൻ. വിജയ മാഷിൻ്റെ മരണമായിരുന്നു. അത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് പുറകോട്ട് മരിക്കും. പേഴ്സണൽ അടുപ്പം ഉള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അത് നമ്മൾ വായിക്കേണ്ടി വരുന്ന അവസ്ഥ അത് ഭീകരമായിട്ടൊരു നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ കെന്ന ഷോയിലുള്ളത് എന്താ പറയുക, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക അല്ലെങ്കിൽ ഒരു വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഏവരുടെയും നിങ്ങളുടെ ഏവരെയും സ്വന്തം സ്മൃതി പരുത്തിക്കാർ. നമസ്കാരം ചേച്ചി. വെൽക്കം ടു ദ ഷോ. ഒരുപാട് ഇന്റർവ്യൂസിന്റെ അടിയിൽ തന്നെ കമന്റ്സുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ചേച്ചിനെ കുറിച്ച് റെഫർ ചെയ്യാൻ ഞാൻ ഒരുപാട് എല്ലാവരും പറയാം സ്ട്രോങ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരു മഞ്ജു വാര്യറിന്റെ ശബ്ദം, മഞ്ജു വാര്യറിനെ പോലെ കാണാനിരിക്കുന്നു, അങ്ങനത്തെ കുറെ കോംപ്ലിമെന്റ്സ്, അല്ലെങ്കിൽ ഏതൊരു സ്റ്റാൻഡ് എടുത്താലും സ്ട്രോങ് ആയിട്ട് തന്നെ അതിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഇങ്ങനത്തെയാണ്. അപ്പം അങ്ങനത്തെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ ചേച്ചി? എനിക്ക് എൻ്റെതായ നിലപാടുണ്ട്. മഞ്ജു വാര്യർ നിലപാടുള്ള സ്ത്രീയാണ്. അപ്പൊ കാണാൻ ചായയൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും പേഴ്സണലി പറഞ്ഞിട്ടുണ്ടോ? ഇവിടെയൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ പറയാറുണ്ട് ശബ്ദവും മഞ്ജു വാര്യറിനെ പോലെ കാണാനുണ്ടെന്ന് കുറെ കമന്റ്സ് മൊത്തം അങ്ങനെയാണ്. അങ്ങനെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടില്ല? ഓക്കെ, ആദ്യം തന്നെ എനിക്ക് ചേച്ചിയോട് ചോദിക്കാണ്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം ട്രെൻഡിങ് ആയ ചേച്ചിയുടെ ഡാൻസ് ആണ്. നമ്മുടെ ഏവരുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സാർ ജയിച്ചപ്പോൾ ആ ഒരു കളിച്ച ഡാൻസ് അങ്ങനെയല്ല, അത് ഞങ്ങളൊരു ഷോ ഉണ്ട്, മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഷോ ഉണ്ട്, നമ്മുടെ എഡിറ്റേഴ്സിന്റെ ഷോ ആണ്. അപ്പൊ അതിൽ എല്ലാവരും ഓരോ അഭിപ്രായം പറയും. അപ്പം ഇലക്ഷനിൽ എത്ര സീറ്റുകൾ വരെ എന്ന് ഞങ്ങൾ ആദ്യം ഒരു പ്രവചനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 90 കടക്കും ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ അത് വേണമെങ്കിൽ മാറ്റാം എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, കേട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ മാറ്റില്ല, ഞാൻ 90 കിടക്കും തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞങ്ങൾ 2-3 ചർച്ചകൾ അത് വന്നിരുന്നു. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ 90 എപ്പോ ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ അപ്പൊ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ് ആ പാട്ട്. അപ്പൊ ഓരോരുത്തർ ജയിച്ചാൽ ഉള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഏത് പാർട്ടിയാണ് ജയിക്കുന്നത്, ഏത് മുന്നണിയാണെന്നുള്ളത്. അപ്പോ ആ പാട്ട് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് ശരിയായതിന്റെ ഒരു സന്തോഷം പെട്ടെന്ന് അങ്ങോട്ട് വന്നതാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു തരംഗമാവുന്ന ചേച്ചി കരുതിയിട്ടില്ല. അതില് എങ്ങനെ മനസ്സിലായത് ഇത്രയും വൈറലായി, ഇതെല്ലാരും ഏറ്റെടുത്തു എപ്പോഴാ മനസ്സിലായത്? നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ഇതിപ്പോ ഇത്രയും നമ്മുടെ ഓഫീസിലുള്ളവരും പറഞ്ഞു, പിന്നെ പുറത്തുനിന്ന് ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. നമ്മളങ്ങനെ എന്താ പറയാ, പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊന്നും അല്ല, സംഭവിച്ചു. പിന്നീട് ഭയങ്കരമായിട്ട് ശ്രദ്ധേയമായതാണ് റിപ്പോർട്ടർ ചാനലിൽ വന്ന മ്യൂസിക്കുകള്. ഒരു രക്ഷയില്ലാത്ത ബിജിയും മ്യൂസിക് ഒക്കെ ആയിരുന്നു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഞങ്ങളുടെ ഓഡിയോയില് പ്രജിൻ ഉണ്ട്. പ്രജിന് നമ്മളിങ്ങനെ എന്താ പറയാ, ഈ ഇലക്ഷന്റെ സമയത്ത് പാട്ടുകൾ തയ്യാറാക്കാൻ ഞങ്ങളൊരു പ്ലാൻ ആയിരുന്നു. പ്രജിന്റെ മ്യൂസിക്, അതിന്റെ വരികളും വിനീഷ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെസ്കിൽ തന്നെയാണ് ആളാണ്. വിനീഷ് പ്രൊഡ്യൂസറുമാണ്. അപ്പൊ വിനീഷ് എല്ലാ തവണയും പാട്ട് എഴുതും. വിനീഷിന്റെ പാട്ടുകളാണ് അതിന് മ്യൂസിക് കൊടുത്തിട്ട്. പിന്നെ റിസൾട്ട് വന്നതിന്
അതിനുശേഷമുള്ള പാട്ട് നമുക്ക് ഇവിടെ ഹിറ്റായ പാട്ട് തന്നെയാണല്ലോ. ആ പാട്ടിന്റെ വരികൾ മാറ്റുന്നു, അത്രേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ട് അവർ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതെ, സോഷ്യൽ മീഡിയ തന്നെ അത് യൂസ് ചെയ്ത് ഏത് ബിജിഎം വന്നാലും എനിക്ക് തന്നെ എല്ലാത്തിനും സ്യൂട്ട് ആവും അല്ലെ, അങ്ങനത്തെ ഒരു സോങ് അതെ, ഓരോ പാർട്ടിക്കും വേണ്ടിയിട്ടുള്ള വരികളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഓക്കെ. അപ്പൊ അതങ്ങനെ എങ്ങനെയുണ്ട് റിപ്പോർട്ടർ, ഈ ഒരു ജേർണി, റിപ്പോർട്ടർ ചാനലിലെ ജേർണി എങ്ങനെയുണ്ട്? റിപ്പോർട്ടർ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? അതെ അതെ അതെ. അപ്പൊ ഒരു ഡിഫറെന്റ് ചാനലാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ജേർണി ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. എപ്പോഴും എനർജറ്റിക് ആയ ഒരു ടീമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അത് നമ്മൾ ഡെസ്കിലും ബ്യൂറോയിലുള്ളവരായാലും നമ്മുടെ ആങ്കേഴ്സ് ആയാലും എല്ലാവരും അങ്ങനെയാണ്. ഫുൾ ടൈം ചാർജ്ഡ് ആയി ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ മീറ്റ് ദ എഡിറ്റർ ഷോയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. വേറെ ഒരു ഷോ കണ്ടില്ലെങ്കിലും ഞങ്ങളൊക്കെ വീട്ടിൽ സ്ഥിരം എന്തോ രസമാണ് നിങ്ങളുടെ ഒരു ഫൈറ്റ് കാണാനും. ഫൈറ്റ് എന്നുള്ളതിനപ്പുറം കുറെ പേര് എന്താ വെച്ചാല് ഈ സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ആങ്കറിങ് തുടങ്ങിയപ്പോഴേക്കും ആങ്കേഴ്സ് എന്ന നിലയ്ക്ക് സ്ത്രീകൾ കുറെ പേര് അങ്ങ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ്, നമ്മുടെ വ്യൂ പറയുന്ന ഒരു അത്തരം ചർച്ചകളില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോ നമ്മൾക്ക് പേഴ്സണൽ ആയിട്ട് വരുന്ന കോൾസിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ചിലർക്ക് ഒരു രാഷ്ട്രീയം ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ അതാണല്ലോ ശരിയെന്ന് തോന്നും. അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പൊ അവര് അങ്ങനെ പറയും. അപ്പൊ നമുക്ക് അവരുടെ സപ്പോർട്ട് കിട്ടും. പലപ്പോഴും നമ്മൾക്കെതിരെ നിലപാടെടുക്കുന്നവർ നമ്മളെ വിളിച്ചിട്ട് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതുകൊണ്ട് അതും ഒരു രസമാണ്. രസം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഇൻസൈറ്റ് തരുന്ന കാര്യങ്ങൾ ചില ആളുകൾ പറയും. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമാണ് ഈ പരിപാടി. അത് വ്യത്യസ്തമാകാൻ കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും പല പല, അത് തന്നെയാണ് നിങ്ങൾ അവിടെയും ഫോം ചെയ്യുന്നത്. എല്ലാവർക്കും പല പല വേർഷൻസ് ആണ്. ലാസ്റ്റ് വരുമ്പത്തേനും അത് സമ്മതിക്കാനും നിങ്ങൾ മടിയില്ല, എന്തെങ്കിലും അല്ലെ വാക്ക് തർക്കങ്ങളിൽ വരുമ്പത്തേനും. അല്ല, പക്ഷെ വാക്തർക്കം അവിടെ ഉണ്ടാവുള്ളൂ, അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓക്കെയാണ്. ജില്ലാണ് ഞങ്ങൾ ചില സമയത്തൊക്കെ ഓർമ്മയും ഇവർ അടിച്ച് പിരിയോ വിചാരിക്കും, കാണുന്നവർക്ക് അങ്ങനെ തോന്നും. അതെ, ചില സമയത്തൊക്കെ നിങ്ങളങ്ങ് മുൾമുനയിൽ നിന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഡേ ഇപ്പൊ വി.ഡി. സതീശൻ സാറിനെ പ്രഖ്യാപിക്കുന്ന തൊട്ട് മുന്നേ ഒരു ഡിബേറ്റ് ഷോ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലില്. അപ്പം അതിൽ ചേച്ചി ഭയങ്കര പവർ എടുത്ത് ഇതാണ് അങ്ങനെയല്ല, അപ്പൊ മറ്റുള്ളവർ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ദൈവമേ ഇനി അടിച്ച് പിരിയോ. എങ്ങനെ ആ ഒരു കട്ട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യം നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താ, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആദ്യം സംസാരിക്കും? അത്രേ ഉള്ളൂ. അതെ, അത് അവിടെ കഴിഞ്ഞു. ഇപ്പം നമുക്കൊരു ക്ലാരിറ്റി വേണം. ഇപ്പൊ നമുക്കിപ്പം രാഷ്ട്രീയം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നും ആൾക്കാരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ നമുക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒപ്പീനിയൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു ഒപ്പീനിയൻ നമ്മൾ നിൽക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, അപ്പുറത്ത് എല്ലാവർക്കും ഒരുമിച്ചൊരു അഭിപ്രായം ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചില സമയത്ത്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും കൂടെ പോകണം എന്ന് ഞാൻ വിചാരിക്കാറില്ല. അങ്ങനെ ഒരു വ്യത്യാസം. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കായാലും മതി, എനിക്ക് തോന്നുന്നതേ ഞാൻ നിൽക്കാറുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് അഭിപ്രായത്തിലേക്ക് മാറൂ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ സാറാണ് 100-ന് മുകളിൽ കിട്ടുമെന്ന് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ ആള്. പിന്നെ ചേച്ചി വിജയത്തിന് മുന്നേ പറയും 90-ന് അല്ല 90-ന് മുകളിൽ എന്തുണ്ടാവും. അതെന്താണ് അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം? നമ്മള് ഇപ്പം കേരളത്തിൽ ഇപ്പൊ 5 കൊല്ലമായിട്ട് ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ, അതിനോട് എങ്ങനെയാണ് ആളുകൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് നിന്നും അവരുടെ ലീഡേഴ്സ് ഒക്കെ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ അവരെയൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് അറിയുന്നതുകൊണ്ടാണ് അതിന് മുകളിൽ കയറുമെന്ന് തന്നെ തോന്നി. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ചില രീതികൾ, അത് ആളുകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മടുപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് കടക്കും എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഒരു തോന്നൽ. പിന്നീട് നമ്മളെല്ലാരും ചർച്ചയാക്കിയതായിരുന്നു ആര് മുഖ്യമന്ത്രിയാകും. കുറച്ച് അധികം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തും ചേച്ചിയുടെ മനസ്സിൽ വി.ഡി. സതീശൻ സാർ തന്നെയായിരുന്നു മനസ്സിൽ? അതാണ് സാധ്യത തന്നെയായിരുന്നു. കാരണം ഈ ഇലക്ഷൻ ലീഡ് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളോടാണ് ജനങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്തത്. അത് എനിക്കങ്ങനെ ഓരോ മണ്ഡലത്തിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും, ഈ യാത്ര നടത്തിയിരുന്നല്ലോ, നവയുഗ യാത്ര, ആ യാത്രയുമായി ബന്ധപ്പെട്ട ഈ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ എതിർ പാർട്ടിക്കെതിരായ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് അതാണ് പ്രധാനമായിട്ടും പറയാ. അതിലപ്പുറം ആളുകളെ കേൾക്കുകയും അവരുടെ അടുത്ത് നിന്ന് കുറെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും സർക്കാർ എങ്ങനെയായിരിക്കണം, ഒരു സർക്കാർ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കൃത്യമായൊരു ബോധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ ക്ലാരിറ്റി ഉള്ള ഒരു ലീഡേഴ്സ് വേണം എന്നുള്ളതാണ്. അത് ഏത് പാർട്ടിയിലായാലും നല്ല ക്ലാരിറ്റി ഉള്ള ലീഡേഴ്സ് വേണം. അപ്പം എതിരാളികളെ മറുപടി കൊടുത്ത് പോകുന്നതിനേക്കാൾ അപ്പുറം
വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ധാരണയ്ക്കനുസരിച്ചാണ് നമ്മളൊരു നിലപാടെടുക്കുക. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടി അദ്ദേഹം ആയിരിക്കുമെന്ന് തോന്നലുണ്ട്. കാരണം ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണല്ലോ അവസാനം ആ മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിലേക്ക് എത്തിച്ചത്. പാർട്ടി എന്ന തീരുമാനത്തിനപ്പുറം, മുന്നണി എന്ന തീരുമാനത്തിനപ്പുറം ആളുകൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നതിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു. അപ്പോൾ അതൊരു ഒരു പുതിയ സംഭവമാണ്. അങ്ങനെ സംഭവിക്കാറില്ല സാധാരണഗതിയിൽ. അപ്പൊ ആളുകളുടെ മുഖ്യമന്ത്രി എന്ന രീതിക്ക് തന്നെ പറയാം, ജനങ്ങളുടെ മുഖ്യമന്ത്രി. ഓക്കെ. ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിൽ ചേച്ചി റിപ്പോർട്ട് ചെയ്ത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ ആ ഒരു ടൈമില് പേഴ്സണലി അഫക്ട് ചെയ്ത ഒരു കേസ് അല്ലെങ്കിൽ ഒരു ന്യൂസ് എന്താന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ മനസ്സിൽ എന്തായിരിക്കും? ചേച്ചിക്ക് അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു അത് മനസ്സിൽ, അങ്ങനെ തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു? അല്ല, നമ്മളിപ്പം നടി ആക്രമിക്കപ്പെട്ട സംഭവം, അത് ഉറപ്പായിട്ടും അത് അതിന്റെ തുടക്കം മുതൽ അതിന്റെ ഇപ്പൊ ഇപ്പൊ എത്തിയിരിക്കുന്ന അവസ്ഥ വരെയുള്ള കാലം നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നമ്മളെ ഒരുപാട് ബാധിച്ച വിഷയമാണ്. അത് ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ടല്ലോ. അത് നിലപാടുള്ള ഒരുപാട് സ്ത്രീകളും മനുഷ്യരും ഉണ്ട്, നമ്മളെ തിരിച്ചറിയിച്ച ഒരു കാര്യം കൂടിയാണല്ലോ. അങ്ങനെ ആ വിഷയം നന്നായി ബാധിച്ച വിഷയമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നേ. ഇപ്പം ഒരു ചെറിയ കുട്ടി ആക്രമിക്കപ്പെട്ട വാർത്തയായാലും, റേപ്പ് കേസുകൾ നമ്മൾ വാർത്ത, അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അത് ഹോണ്ട് ചെയ്യും. അത്രയും കുറേ സംഭവങ്ങൾ, ചില ആക്സിഡൻസ് അല്ലെ, ഒരു ഭയങ്കര കുറേ പേര് മരിക്കുന്ന ആക്സിഡൻസ്, അത് നമ്മൾ തുടരെ മണിക്കൂറുകളോളം വായിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ ആ ഒരു ഒരു പ്രത്യേക ഒരു ഇൻസിഡന്റ് അങ്ങനെയില്ല? ഒന്നോ രണ്ടോ ആയിട്ട് പറയാൻ പറ്റില്ല, ഇത്രയും കാലമായില്ലേ. അപ്പോൾ അതിന്റെ കാലത്തിൽ കുറേ സംഭവം. പിന്നെ ചിലരുടെ മരണങ്ങൾ നമ്മൾ വാർത്ത വായിക്കുമ്പോൾ സംഭവിക്കുന്ന മരണങ്ങളൊക്കെ ഭയങ്കര, അത് എം.എൻ. വിജയ മാഷിന്റെ മരണമായിരുന്നു. അത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് പുറകോട്ട് മരിക്കും. പേഴ്സണൽ അടുപ്പം ഉള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അത് നമ്മൾ വായിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് ഭീകരമായിട്ടൊരു നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്. ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി എപ്പോഴും ഒരു തീരുമാനം എടുത്ത് അത് ശരിയാണോ അങ്ങനെ ചോദിക്കുന്ന പ്രകൃതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കാം, ഇത് ഇങ്ങനെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ചേച്ചി ഏറ്റവും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും അവിടെ നിന്ന് ഒരു ഉത്തരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ഒരു അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടോ ലൈഫിൽ? അങ്ങനെ ഞാൻ ഒരാളോടായിട്ട് ചോദിക്കാറില്ല. അപ്പം നമുക്കിപ്പം പൊളിറ്റിക്സ് ആണെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരോട് എന്താണ് അതിൽ നടന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് വിവരങ്ങൾ എടുക്കുമല്ലോ. അങ്ങനെ ചോദിക്കുന്നല്ലാണ്ട് ഞാൻ ചെയ്യുന്ന ശരിയാണോ എന്ന് ഒരാളോ എനിക്ക് അങ്ങനെ ഒരു ഗുരുവായിട്ട് അങ്ങനെയില്ല. അങ്ങനെ ആരെ അങ്ങനെ അഡ്മയർ ചെയ്യാനും അങ്ങനെയില്ല. എല്ലാവരും നോക്കും, എല്ലാവരും നല്ല ക്വാളിറ്റീസ് നമ്മൾ കുറച്ച് അത് നമുക്ക് എടുക്കണം തോന്നുന്നു എടുക്കും. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഓരോ ന്യൂസ് ചാനൽ ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ നിങ്ങൾ ശത്രുക്കളായിട്ടാണോ കാണുന്നത്, അതോ നിങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് അല്ലെങ്കിൽ? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്തവരൊക്കെ തന്നെയാണ് പല ചാനലിലും തിരിച്ചു പോയിരിക്കുന്നത്. അതിൽ പലരും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവരൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, ഇവർ ഇനി നേരിട്ടാണോ ഇവർ ഇത്ര ഒരിക്കലുമല്ല. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് സൗഹൃദം, എല്ലാ ചാനലുമായിട്ട്. ഈ പുറത്തൊരു ധാരണയുണ്ട്, ഈ റിപ്പോർട്ടർ ചാനൽ 24 ആയിട്ട് ശത്രു, 24 ചാനൽ ഇവരായിട്ട് ശത്രു, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇവരെല്ലാം ശത്രുക്കളാണ്, ഇവരുടെ ചാനലിലുള്ളവർ മാത്രമാണ് അങ്ങനെ കാണുള്ളൂ, തമ്മിൽ മിണ്ടില്ല, കണ്ടാ ചിരിക്കത്തില്ല, അങ്ങനെ ഒരു തെറ്റ്. മത്സരമുണ്ട്, ചാനലുകൾ തമ്മിൽ മത്സരമുണ്ട്. ഓഫ് കോഴ്സ് അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ചാനലുകൾ ഉള്ളവരെല്ലാവരും ശത്രുക്കളും വാളിട്ട് ആക്രമിക്കാൻ നിൽക്കുന്നവരെന്നല്ല. പേഴ്സണൽ ആയിട്ട് ബന്ധമുള്ളവർ ഇഷ്ടം പോലെ എല്ലാം നമ്മുടെ റൈവൽ ചാനൽസിലുണ്ട്. അവരൊക്കെ ആയിട്ട് എപ്പോഴും നല്ല ബന്ധം തന്നെയാണ്. ശരിക്കും ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര പ്രഷറാണ്, പ്രഷർ പിടിച്ച ജോലിയാണോ ഈ ജേർണലിസം എന്ന് പറയുന്നത്? ഒക്കെ ഉണ്ട്, പ്രഷർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതുണ്ട്. നമുക്കെന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യങ്ങൾ തൊട്ട് ഇപ്പൊ ഡിബേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗസ്റ്റിനെ കിട്ടാതെ തൊട്ട് തുടങ്ങും നമുക്ക് പ്രഷർ. പിന്നെന്താ, അതൊക്കെ തന്നെയാണ് ഈ ജോലി. നമുക്ക് ചിലപ്പോൾ നമ്മുടെ വാർത്ത, നമുക്ക് ഒരു വാർത്ത കിട്ടാൻ അത് വേഗം സമയത്തിന് കിട്ടിയില്ല, വേറെ ആർക്കെങ്കിലും ആദ്യം കിട്ടിയോ, അപ്പൊ അത് വേഗം കിട്ടുക, ആദ്യം കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു മത്സരം ഉണ്ടല്ലോ, അതിൻ്റെതായ പ്രഷറുണ്ട്. ഞാൻ ഏറ്റവും എനിക്ക് അത്ഭുതമായി തോന്നി, നിങ്ങൾ പല ഡിബേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വിളിച്ചായിരിക്കും, അവരായിട്ട് നിങ്ങൾ വാക്കുതർക്കങ്ങളുണ്ടാവും, അവർ പിണങ്ങി പോയവരുണ്ടോ, പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഡിബേറ്റ് ഷോയിൽ തന്നെ, ചേച്ചിയുടെ ഷോയിൽ തന്നെ അവർ വരികയും ചെയ്യും. അപ്പൊ അതെങ്ങനെയാ നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വീണ്ടും നിങ്ങൾ? പ്രശ്നമില്ല, അത് ആ സമയത്തെ തർക്കം മാത്രമാണ്. നമുക്ക് അവരുമായിട്ട് ശത്രുതയില്ല, അവർക്ക് നമ്മളോടും ശത്രുതയില്ല. പേഴ്സണലായിട്ടൊക്കെ നല്ല ആൾക്കാരാണ് അവര്. ഈ പണ്ട് ഒരു ഈ പൊളിറ്റിക്സ് ലീഡേഴ്സ് ഒക്കെ ഇങ്ങനെ പറയൂലോ, ഒരു പാർട്ടിനെ ഇല്ലാണ്ടാക്കുന്നതും ജയിപ്പിക്കുന്നതും ന്യൂസ് ചാനലുകാരാണ് അല്ലെങ്കിൽ മാധ്യമമാണ് എന്നൊക്കെ അങ്ങനെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചില ലീഡേഴ്സ് എങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് ചാനൽ ചർച്ചകളിൽ വന്നിട്ടാണ്. ഇപ്പത്തെ ചില പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്ക് വന്ന ആളുകൾ പോലും ചാനൽ ചർച്ചകൾ സ്ഥിരം മുഖങ്ങളായിരുന്നു. ഇപ്പൊ പി.സി. വിശ്വനാഥൊക്കെ മുമ്പ് എപ്പോഴും ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലമായിട്ട് അദ്ദേഹം ഇല്ല.
പക്ഷെ അതൊക്കെ ഒരു തുടങ്ങി വരുന്ന അങ്ങനെ ചാനലുകളിലും അപ്പൊ ആളുകൾക്കും എപ്പോഴും അറിയുന്ന ഒരാളായി മാറും. അങ്ങനെയൊക്കെ കുറെ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനത്തെ ആ ഒരു രീതിയിലേ ഉള്ളൂ. അല്ലാതെ അവര് പറയുന്ന അതുകൊണ്ടാണ് അവർ ലീഡർ ആയതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അവരുടെ അധ്വാനത്തെ ചുരുക്കി കാണലല്ലേ, അത് ശരിയല്ല. അവര് ഒരു അരമണിക്കൂറല്ലേ നമ്മുടെ സ്ക്രീനിൽ വരുന്നുള്ളൂ, കൂടിപ്പോയ 1 മണിക്കൂർ. അപ്പൊ അതിലപ്പുറം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് മാത്രം പറയാം. ഓക്കെ. ഈ ജേർണലിസ്റ്റ് ചേച്ചി ഇപ്പൊ തുടക്കകാലത്ത് കൈരളി സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യ വിഷൻ, പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നു, മാതൃഭൂമി, മാതൃഭൂമി, മീഡിയ വൺ, മനോരമ, റിപ്പോർട്ടർ, ഇങ്ങനെ റിപ്പോർട്ടിൽ തന്നെ ഞാൻ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത മാതൃഭൂമിയിലാണ്. അതെ 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 9+ years, അതെ 10 വർഷത്തോളം 10 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടേതായ ഒരു ഇപ്പം സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വാല്യൂ, അല്ലെങ്കിൽ ജേർണലിസത്തിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ബ്രാൻഡ് വാല്യൂവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാലഘട്ടം. ഇപ്പൊ എല്ലാ ബിസിനസ്മാൻസ് ആയാലും ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ അവരുടെ നെയിം ഒന്ന് ബ്രാൻഡ് ആക്കണം ഭയങ്കര ആഗ്രഹിക്കുന്നത്. പക്ഷെ ചേച്ചി ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വാല്യൂവിൽ എത്തി നിൽക്കുകയാണ്. ജേർണലിസത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് ഈസി ആണോ? ഈസി ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ഈ ജേർണലിസ്റ്റിന്റെ ഈ ജേർണിയുടെ ഒപ്പം വന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കകാലത്ത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ആങ്കറിനെ സംബന്ധിച്ചുള്ള കോൺസെപ്റ്റും വേറെയായിരുന്നു. അതിൽ നിന്ന് മാറി പിന്നെ നമ്മുടേതായ ഒരു ഇടം ഉണ്ടാക്കുന്നതിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊരു ഒരു ഒരു കണ്ടിന്യൂറ്റി വേണം. അത് ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നെ തുടങ്ങി പിന്നെ നിർത്തി അങ്ങനെ പറ്റില്ല. അതിനൊരു കണ്ടിന്യൂറ്റി വേണം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. ആ കണ്ടിന്യൂറ്റിയിൽ എന്ത് വന്നാലും തളർന്നു പോകാതെ തന്നെ നിൽക്കണം. ശാരീരികമായ തളർച്ചയൊക്കെ പലപ്പോഴും ഉണ്ടാവും, അതല്ലാതെ വേറെ തളർച്ചയൊന്നുമില്ല. ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ ചേച്ചി ഒരു ഇന്റർവ്യൂ പറഞ്ഞു, വെഡിങ് കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡ് കുറച്ച് കുട്ടി ഉണ്ടായപ്പോഴത്തേക്കും മോനുണ്ടായി കുറച്ച് മാസങ്ങൾ മാറി നിന്നിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല. ഇപ്പൊ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാന്ന് വെച്ചാൽ ഇവിടത്തെ ഒരു പ്രഷറും സ്റ്റുഡിയോ പ്രഷറും വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ പ്രഷർ എങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ പ്രഷർ ഒന്നുമില്ല. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വീട്ടിലാളായിട്ട് നിൽക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. അവിടെ ഇങ്ങനത്തെ ഒരു ഇല്ല ചില വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നല്ലാതെ അങ്ങനെ ചില ഇപ്പൊ ഈ പറഞ്ഞ ഈ സൈബർ അറ്റാക്ക് പോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ കുറച്ച് കൂടുതലായിരുന്നു ഇപ്പൊ ഈ ഇലക്ഷൻ പീരീഡിന്റെ സമയത്ത്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്തു, പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ കമ്പനിയും അതിന്റെ കൂടെ തന്നെ കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 2 ഒന്നും അല്ല കേട്ടോ, ഒരുപാട് കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഒക്കെ ഭയങ്കര സ്ലോ ആണ് അതിന്റെ പ്രോസസ്സ്. ഈ കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഇപ്പൊ ചേച്ചി ഒരുപാട് കംപ്ലൈന്റ്സ് കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, എന്തെങ്കിലും ഫോർവേഡ് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത എന്തെങ്കിലും? ഇതിൽ ഉണ്ട്. ഞാൻ മീഡിയ വൺ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ മോശമായി ചെയ്തപ്പോൾ ഞാനത് കംപ്ലൈന്റ് കൊടുത്തു, അത് FIR ഇട്ട് കേസായി, കോടതിയിൽ എത്തി. കോടതിയിൽ അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിന്റെ പിന്നാലെ കുറെ നടക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും അതുകൊണ്ടാണ് പലരും കംപ്ലൈന്റ് ചെയ്യാൻ മടിക്കുന്നത്. കാരണം ഇതിങ്ങനെ ഒരു വർഷങ്ങളെടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ പോകേണ്ടി വരും. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കും. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും. അതൊക്കെ കുറെ മാറ്റാനായിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നടപടി എടുക്കുന്ന രീതിയിൽ കുറെ നിയമങ്ങളൊക്കെ മാറാനുണ്ട്. കാരണം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഈ ജീവിതത്തിലാവുന്നതിന് മുമ്പുള്ള റൂൾസ് ആണ് നിൽക്കുന്നത്, അതൊക്കെ മാറ്റാനുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മുടെ പുതിയ സർക്കാർ ജോയിൻ ചെയ്തപ്പം ഏറ്റവും ജനങ്ങൾ ആഘോഷിക്കപ്പെട്ടതാണ് കേരയിൽ റദ്ദാക്കിയത്. അതിനു മുന്നേ ഇതുള്ളതും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം ജനങ്ങളുടെ സന്തോഷവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു? ഉറപ്പായിട്ടും അത് ഈ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കലാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമരങ്ങളും അന്ന് ആളുകൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ പോലീസിൽ നിന്ന്, പിന്നെ ആ വീടൊന്ന് വിൽക്കാനോ എന്താണ് പണയം വെക്കാനൊന്നും പറ്റാത്ത രീതിയിൽ അത് അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നല്ലോ. ഇപ്പം ഈ പദ്ധതി വരില്ല എന്ന് അറിഞ്ഞിട്ടും ഇത് മാറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടി കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ നമ്മൾ ആ സമര സമയത്ത് തന്നെ കേൾക്കുന്നതാണ്. അപ്പൊ എത്ര ദീർഘകാലമായിട്ട് സമരം ചെയ്യുന്നവരായിരുന്നല്ലോ. അതേപോലെ തന്നെ ആശാസമരവും അതൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടിട്ടുള്ള ആശാസമരം. ഞാൻ അവരുമായിട്ട് ഒരു പ്രോഗ്രാം ഞാൻ തിരുവനന്തപുരത്ത് അവിടെ പോയി ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അറിയാം അവര് ലൈഫിൽ എന്തൊക്കെയാണ് ആ കോവിഡ് കാലത്തൊക്കെ അവർ ചെയ്ത ജോലി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര. അതിനനുസരിച്ച് അവർക്ക് ഒരു പൈസ ഒന്നും കിട്ടുന്നില്ല എന്നാലും, പക്ഷെ അവർക്ക് ആ സമയത്ത് എന്ന് വെച്ചാല് ആളുകൾക്കൊന്നും പറ്റരുത് എന്നുള്ള ഒറ്റ ചിന്ത. അന്ന് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് എങ്ങനെയാ പുറത്തിറങ്ങിയിരുന്നത്? ആ സമയത്താണ് ഇവരിങ്ങനെ ഇറങ്ങി എല്ലാ വീടുകളിലും നടന്നിരുന്നത്. അപ്പം അത്രയ്ക്ക് അവരെ നമ്മൾ അങ്ങനെ ബഹുമാനിക്കേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. അപ്പൊ അവര് ആ സമരം എന്ന് വെച്ചാൽ എത്ര ദിവസം നീണ്ട സമരമായിരുന്നു. ഒരു ഭയങ്കര അന്തസ്സുള്ള സ്ത്രീകളാണ്. എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ആൾക്കാരാണ്.
ഓക്കെ. ഈ ചേച്ചിയുടെ ഇപ്പൊ പല ഇതിലും റിപ്പോർട്ടിലും അല്ലെങ്കിൽ ഇതിലും സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീ എന്ന വാക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ലേബിൾ ചെയ്ത് കിട്ടുന്നതാണ് ഫെമിനിസ്റ്റ്, അല്ലെങ്കിൽ ഇത് ഫെമിനിറ്റിയാണ്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ മാത്രം, അല്ലെങ്കിൽ എന്താ സ്ത്രീകളെ പറയുമ്പോൾ എന്താ ഇവർക്ക് കൊള്ളുന്ന, അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ഫെമിനിസ്റ്റ്? അല്ലെങ്കിൽ ഫെമിനിസം എന്ന് വെച്ചാൽ മനുഷ്യത്വമാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കോൺസെപ്റ്റിലെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും എല്ലാ സമയത്തും ശരിയായിരിക്കണമെന്നുമില്ല. നമ്മളത് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. പക്ഷേ നമ്മുടെ ലോകത്ത് പൊതുവെ സ്ത്രീകളാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അത് ഞാൻ പറയുന്നത് അറ്റാക്ക് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ എങ്ങനെയാണ് ഈ ലോകം മൊത്തത്തിൽ എങ്ങനെയാണ് നിലപാടെടുക്കുന്നത്, അതിൽ സ്ത്രീകൾ എങ്ങനെയാണ് നിലപാടെടുക്കുന്ന ഒരു വിഷയമുണ്ട്. അപ്പൊ കുറച്ചുകൂടി മനുഷ്യത്വം കൂടുതൽ സ്ത്രീകൾക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങനെ ഒരു സ്നേഹത്തോട് സഹാനുഭൂതിയോട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്ത്രീകൾക്കാണ് കുറച്ചുകൂടെ കഴിവ്. അങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യത്വപരമായിട്ടുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത്. ചിലപ്പോൾ ഒരു സ്ത്രീയാൽ ഒരു പുരുഷനായിരിക്കും ആക്രമിക്കപ്പെടുന്ന ചില സംഭവങ്ങളിൽ. അപ്പോൾ പല കേസുകൾ ഇപ്പം നമ്മൾ ഈ പീഡന കേസുകളൊക്കെ വരുമ്പോൾ അത് മുഴുവനായിട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിലപാടെടുക്കാൻ. പലപ്പോഴും ഇപ്പൊ കോടതിയിൽ എത്തുന്ന പല കേസുകളും കോടതി പറയുന്നത് ഒരുപാട് ഫേക്ക് കേസുകൾ വരുന്നതുകൊണ്ട് ജെന്യൂനായ കേസുകൾ അങ്ങനെ പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതൊരു ആശങ്കയിൽ നിൽക്കുന്ന കാര്യമാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ കാലത്ത് അത് കുറച്ച് കൂടുതലുമാണ്. എന്നാൽ ജെന്യൂനായ കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട് താനും. അപ്പൊ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് അതിന്റെ നിലപാടെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം ജെന്യൂൻ ആയിട്ടുള്ള കേസ് ഉണ്ട്. ഇപ്പം ഒരു കേസിന്റെ പുറകെ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ അമ്മയുടെ തന്നെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേനും ലൈക്ക് ഹേമ കമ്മിറ്റി പുറത്തിട്ടപ്പോ ജെന്യൂൻ ആയിട്ട് ഒരുപാട് കേസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറെ കയറി വന്നപ്പോ അതിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ആളുകൾക്ക് ഒരു തമാശയാവുന്ന രീതിയിലൊക്കെ അത് പോയി. അത് സത്യമാണത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അതുവരെ നമ്മൾ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച റിപ്പോർട്ട്സുകൾ വന്നു കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് നമുക്ക് തന്നെ ഡൗട്ടാണ്. നമുക്ക് തന്നെ ഒരു ഡൗട്ടാണ് ഇത് ഏതാണ് കറക്റ്റ്. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഇനി മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ? കാരണം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ഇത്തരം കുറച്ച് സംഭവങ്ങൾ കയറി വരും. അത് മനഃപൂർവ്വം ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് ചെയ്യുന്നതാകാം. ഈ പറയുന്ന പോലെ സ്ത്രീകൾക്കെതിരെ, അതായത് സീരിയസ് ആയ ഇഷ്യൂവിനെ കാണുകയും അതിലൊരു ഭയങ്കരമായ എഫേർട്ട് എടുക്കുകയും ചെയ്യുന്ന കുറെ പേരുണ്ട്. നമുക്കറിയാലോ WCC ഒക്കെ എടുത്ത നിലപാട്. അപ്പോൾ അവർ ചെയ്തു വന്ന കാര്യങ്ങൾ വെള്ളം ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഹേമ കമ്മിറ്റിയിലെ കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് എന്താ പറയുക, ഒരു ഗോസിപ്പിംഗ് രൂപത്തിലേക്ക് കൊണ്ടുപോകാനല്ല. അതിലൊരു മാറ്റം മതി. ഇപ്പൊ തന്നെ സിനിമാ മേഖലയിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അഥവാ മാറ്റം വന്നിട്ടില്ലെങ്കിൽ എന്തൊരു പ്രശ്നം ഉണ്ടായത് അപ്പത്തെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റുന്നില്ല. ഇപ്പൊ കുറെ പേര് കേസിൽ പെടുകയും അറസ്റ്റിലാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം പോസിറ്റീവായി സംഭവിക്കുന്നു എന്നുള്ളത് കുറച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതേസമയം മോശം പ്രവണത അത് അതിന്റെ വഴിക്ക് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും മൊത്തം മാറിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് മാറുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ചേച്ചിയുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ അത് പലർക്കും യോജിക്കണം എന്നില്ല, അത് പലരും കുത്തി നോവിക്കല്ല, അത് പലർക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അങ്ങനെ ഭീഷണി കോളുകളൊക്കെ അങ്ങനെ വരാറുണ്ടോ? ഇനി പറയരുത് അങ്ങനത്തെ എനിക്ക് ഭീഷണി കോൾസ് മെസ്സേജുകൾ ഇഷ്ടം പോലെ വരാറുണ്ട്. നോക്കാറില്ല. ചിലതൊന്നും നമ്മുടെ നമ്പർ എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്പറിൽ അങ്ങനെ ഭീഷണി കോളൊന്നും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ കോളൊന്നും വന്നിട്ടില്ല. അതിന് സേഫ് മെസ്സേജസിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പോഴൊക്കെ ചേച്ചി എല്ലാം ഇരുന്ന് വായിക്കും ഈ മെസ്സേജ് ഒക്കെ? മെസ്സേജ് വരുമ്പോ ചിലപ്പോ വായിക്കും, പിന്നെ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യും. അയക്കണ്ടതൊക്കെ അല്ലെ? നിങ്ങൾ ഇപ്പൊ ഈ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ അരുൺ ചേട്ടനൊക്കെ ഭയങ്കര ഫാൻ ബേസ് ഉള്ളതാണ്. എനിക്കൊന്ന് അരുൺ ചേട്ടനെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ഇലക്ഷന്റെ ടൈമില് ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ മൊത്തം കാത്തിരുന്നതും അരുൺ ചേട്ടന്റെ ആ ഒരു റിപ്പോർട്ടിങ്ങിന് വേണ്ടിയായിരുന്നു. അപ്പൊ അരുൺ ചേട്ടനായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? ആളെങ്ങനെയാണ്? ഫൺ ക്യാരക്ടർ തന്നെ കാണുന്ന പോലെ, നിങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ആളാണ്. നിങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വാക്കുതർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞു, ചിരിച്ച് വർത്താനം പറഞ്ഞു പോകുന്നു. അത്രേ ഉള്ളു. കാണുന്ന പോലെ തന്നെ ഒരു ഫൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അരുൺ ചേട്ടനെ പറ്റി ഒരുപാട് ഇങ്ങനെ ഫാൻ ബേസും ഇങ്ങനെ കുറെ റീൽസ് ഒക്കെ കാണുമ്പോ നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യാറുണ്ടോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുറെ ട്രോൾസ് ഇറങ്ങുമല്ലോ, അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കളിയാക്കാറ്. ഈ പ്രാവശ്യം ഒരാൾക്ക് റിപ്ലൈ കൊടുത്തിട്ട് അരുൺ ചേട്ടൻ മാസമായി കഴിഞ്ഞിരിക്കുവായിരുന്നല്ലോ. ഒരുപാട് റീൽസും വീഡിയോസും എല്ലാം റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് അരുൺ ചേട്ടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനുശേഷം മാസമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചിലവരുടെ ട്രോളില് ചിലവരെ കൊണ്ട് കളിയാക്കിക്കൊണ്ടായിരിക്കും, ചിലവരെ പ്രശംസിച്ച ട്രോളുകളായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇരയാകുന്ന ആരായിരിക്കും നിങ്ങളുടെ സ്റ്റുഡിയോയില്? ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇരയാവുന്ന
നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ 2 സ്ത്രീകളുണ്ടല്ലോ, ഞങ്ങൾ 2 സ്ത്രീകൾ എല്ലാവരും ഇരകളാക്കും. അങ്ങനെ ആ ഒരു ഏരിയല്ല കേട്ടോ, അതായത് കളിയാക്കി കൊല്ലുന്നത് നിങ്ങളെ അതെ, രണ്ടുപേരെയാ? ഞങ്ങൾ രണ്ടുപേരും ആ, ആ, ബാക്കിയുള്ളവരെ കളിയാക്കി ബാക്കിയുള്ളവരെ. കൊല്ലുന്നു. ആ, ഓക്കെ. അതാണ് ഞങ്ങൾ ഇരയാക്കും എന്നാ പറഞ്ഞത്. നിങ്ങളാണ് അത് മനസ്സിലായില്ലല്ലേ? ഇല്ല ഇല്ല, ഞങ്ങളെല്ലാരും ഇരയാക്കുന്ന ഞാൻ കേട്ടത്. ഞങ്ങൾ ഇരയാക്കാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ നിങ്ങളാണ് എല്ലാരും ഇങ്ങനെ തగ్గടിച്ച് ട്രോളിക്കൊണ്ട്. അതെനിക്ക് നിങ്ങളുടെ മീറ്റർ എഡിറ്റർ ഷോയിൽ കാണാനുണ്ട്. കാണാനുണ്ടല്ലേ? ഈ ചില ഞാൻ ഒരു കമന്റ് കണ്ടു, ദൈവമേ ഇവരെങ്ങനെ സഹിക്കുന്നു ഇവരെല്ലാരും കൂടെ ഇതൊക്കെ ഇങ്ങനെ ചില കമന്റ്, ഈ ലൈവ് കമന്റ്സ് ഇങ്ങനെ വരുമല്ലോ, ഞങ്ങൾക്ക് തന്നെ വന്നിട്ട് രണ്ടെണ്ണം പറയാൻ തോന്നുന്നു എന്നൊക്കെ. അപ്പൊ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തഗ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. ഇത്രയും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി നല്ലോണം തഗ്ഗൊക്കെ പറയും, ഫണ്ണടിക്കും, കെന്ന അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഫണ്ണായിട്ടിരിക്കും, സീരിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണായിരുന്നു അത്ര നേരം. നല്ല സീരിയസ് ആയിരുന്നു. എനിക്ക് ചേച്ചി ഫണ്ണായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. ഇത്രക്കൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ഫണ്ട് എന്റെ അടുത്ത് പ്രതീക്ഷ. ഈ ജേർണലിസ്റ്റ് ആവുമ്പോൾ നമുക്ക് കുറച്ചൊരു ഈ ഒരു ഇമേജ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നിക്കണം, അത് അങ്ങനെയൊക്കെ ഉണ്ടോ, റൂൾസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് വന്നപ്പോ നിങ്ങൾ അങ്ങനെ ആയി പോയതാണോ? അതെ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ അല്ലാതെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലല്ല, അങ്ങനെ ജോലിയുടെ ഭാഗമായിട്ടൊരു കപട ഗൗരവമൊന്നുമില്ല. ഇല്ല. ബേസിക് ആയിട്ട് കുറച്ച് അങ്ങനെയാണ്. ഗൗരവക്കാരിയാണ്. ഇപ്പം നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചില പറയുമ്പോൾ ഫേക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ചാനൽ ഫേക്ക് റിപ്പോർട്ടാണ് ഇതിനെപ്പറ്റി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ പറയുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, മാധ്യമങ്ങൾ എപ്പോഴും ഫേക്ക് ആയിട്ടാണ് റിപ്പോർട്ടിങ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറെ ചർച്ചകളൊക്കെ നടക്കുമ്പോഴത്തേനും അതൊക്കെ എങ്ങനെയായിരിക്കും? കാരണം ചേച്ചിയൊക്കെ ഇത്രയും വർഷം അതും 100% ഇൻടു ഈ ഒരു മാധ്യമത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ലൈഫാണല്ലോ ചേച്ചിയുടെ ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്താ നിങ്ങൾക്ക് പേഴ്സണലി ഫേക്ക് തോന്നുന്നത്? ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കാർഡുകൾ തന്നെ കള്ള കാർഡുകൾ കൊടുത്തിട്ട്, ഫേക്ക് ആയിട്ടുള്ള കാർഡുകൾ കൊടുത്ത് നമ്മുടെ വാർത്ത എന്നുള്ള മട്ടിൽ പോകുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന വാർത്ത ഫേക്ക് ആണെന്ന് ചില പൊളിറ്റീഷ്യൻസ് പറയും, അവരെ സംബന്ധിച്ച വാർത്തകൾ വരുമ്പോൾ അത് കള്ള വാർത്തയാണെന്ന് പറയും. അത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് അവർ പറയുന്നതായിരിക്കാം. അതിനൊന്നും അത്ര വലിയ വേറെ രൂപത്തിലെടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിൽക്കണം, പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കില്ല, എനിക്ക് എന്റെ കരിയറിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ കൊള്ളാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു ഇമ്പാക്ട് എനിക്ക് സൃഷ്ടിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചേച്ചി? അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. നമ്മളിപ്പം ഇപ്പൊ എനിക്ക് ഈ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ശരിയായിട്ടുണ്ട് കുറെ റിസൾട്ടുകളുടെ കാര്യത്തിൽ. കുറെ ഉപതെരഞ്ഞെടുപ്പുകൾ തൊട്ട് ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയ കാര്യങ്ങൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ശരിയായിരുന്നു എന്നുള്ള അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതാണ്. അല്ലാണ്ട് ഇന്നത് ചെയ്തു നമ്മളെ പ്രൊഫഷണലി ഇനി ഇന്നത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചില പരിപാടികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്നൊരു രൂപമായിട്ടേ പറയുന്നുള്ളൂ. അതൊക്കെ സർപ്രൈസ്. ചേച്ചിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ഈ ഒരു കാര്യം, ഈ ഒരു പാർട്ടി ഇപ്പൊ ഭരിക്കുന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടി വരുമ്പോഴത്തേനും ഇതിലൊരു ഭയങ്കരമായിട്ട് വ്യത്യാസം വരുമെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടോ നമ്മുടെ? അങ്ങനെയില്ല. കുറച്ചുകൂടി മനുഷ്യത്വപരമായി കാര്യങ്ങളെ നോക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം കുറെ ഇഷ്യൂസ് ഇപ്പൊ ഇവർക്ക് തന്നെ അറിയാം, അവർ തന്നെ കണ്ട കുറെ ഇഷ്യൂസിൽ ആദ്യം തന്നെ അവര് ആക്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടുള്ള പ്രതീക്ഷയുണ്ട്. ഇനിയുള്ളതും അങ്ങനെ ആവട്ടെ, അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ എല്ലാ കാര്യങ്ങളും അങ്ങനെ കണ്ട് നോക്കി പോകും. ഓരോ വകുപ്പുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളും, പ്രത്യേകിച്ച് ഹെൽത്തിലൊക്കെയാണ് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും കുറെ പദ്ധതികൾ അവർ ആലോചിച്ചിട്ടുണ്ട്. അതൊക്കെ നടപ്പാവുമെന്ന് ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ജനങ്ങളെ പോലെ തന്നെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ ജൂൺ 15 തൊട്ട് വനിതകൾക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പം അതൊരു സൈഡിൽ നിന്ന് കേൾക്കുന്നു, അത് ഭയങ്കര ഇഷ്യൂ ആകാൻ സാധ്യത, മിക്കവാറും അടിയായിരിക്കും, ബഹളായിരിക്കും, ഒരാഴ്ച പത്രക്കാർക്ക് കോളായിരിക്കും, അങ്ങനത്തെ അടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്ത്രീകൾക്ക് ഈ സൗജന്യം പല സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. അപ്പൊ അത് എങ്ങനെയാണ് അത് രണ്ടും കൂടി ചേർന്ന് പോവുക എന്നുള്ള സംശയങ്ങളാണ് വിമർശനമായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് സർക്കാർ ചെയ്യുന്നത് നോക്കട്ടെ. എന്തായാലും വാക്ക് പറഞ്ഞാൽ നടപ്പാക്കിയേ പറ്റൂ. സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോ ഒരുപാട് ശമ്പളം ലഭിക്കുന്ന സ്ത്രീകളെ കുറിച്ചല്ലല്ലോ പറയുന്നത്. വളരെ ചുരുങ്ങിയ കാശിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്
ഇപ്പം ഈ പറഞ്ഞ പൊതുഗതാഗതത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാതെ ആ പൈസയും അവർക്ക് ലാഭിക്കാൻ പറ്റുന്നുള്ള അവർക്ക് വീട്ടിലേക്ക് കൊടുക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ അവർക്ക് കുറച്ചുകൂടി സാമ്പത്തികമായി അവർക്കൊരു നേട്ടമാകും ആ സ്ത്രീകൾക്ക്. ആ പൈസ ലാഭിക്കുന്നു എന്നുള്ള അവർക്ക് സാമ്പത്തികമായി നേട്ടമാകും. അങ്ങനെ ആലോചിക്കുമ്പോൾ അത് പോസിറ്റീവായ കാര്യമാണ്. അത് നടപ്പാക്കുമ്പോൾ ഉള്ള കുറെ ബുദ്ധിമുട്ടുകൾ സർക്കാരിന് ഉറപ്പായിട്ടും ഉണ്ടാകും. അതെങ്ങനെയാണ് അവരത് അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ശേഷി ഇനി വരുന്ന എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനൊക്കെ നല്ലപോലെ ആകട്ടെ. എന്ന് വെച്ചാൽ ജനങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്ന നിങ്ങളുടെ വാക്കുകളാണ്. ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ. ഒരുപാട് എന്താ പറയുക, ചേച്ചി ആഗ്രഹിക്കുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പം ബിസി ഷെഡ്യൂളിലും ഇത്രയും ടൈം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. സോ താങ്ക് യു സോ മച്ച്.